My dear students, today we can study about the endocrine gland called pancreas. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയെക്കുറിച്ച് പഠിക്കാം. We have already studied about the pancreas gland in the 9th standard. 9ാം ക്ലാസ്സിൽ പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയെക്കുറിച്ച് നാം പഠിച്ചിട്ടുണ്ട്. Where pancreas gland is situated? Pancreas is the gland that is connected to the duodenum, which is the first part of the small intestine, as the continuation of the stomach. When we studied the human digestive system, the food passes to the small intestine from the stomach through the duodenum, which is the initial part of the small intestine. Initial part or the starting part of the small intestine. So where pancreas gland is situated? Pancreas gland is situated in the duodenum, which is the initial part of the small intestine and the continuation of the stomach. എവിടെയാണ് പാൻക്രിയാസ് ഗ്രന്ഥി കാണപ്പെടുന്നത്? ആമാശയത്തിൻ്റെ തുടർച്ചയായ പക്വാശയം, ചെറുകുടലിൻ്റെ ആദ്യ ഭാഗമായ പക്വാശയത്തിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ട ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. മനുഷ്യനിലെ ദഹന വ്യവസ്ഥ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് ആഹാരം ആമാശയത്തിൽ നിന്ന് ചെറുകുടലിൻ്റെ ആദ്യ ഭാഗമായ പക്വാശയത്തിലേക്ക് കടക്കുന്നു. എവിടെയാണ് പാൻക്രിയാസ് ഗ്രന്ഥിയുടെ സ്ഥാനം? ആമാശയത്തിൻ്റെ തുടർച്ചയായ ചെറുകുടലിൻ്റെ ആദ്യ ഭാഗമായ പക്വാശയത്തിലാണ് പാൻക്രിയാസ് ഗ്രന്ഥി കാണപ്പെടുന്നത്. പാൻക്രിയാസ് ഗ്രന്ഥിയെ ആഗ്നേയ ഗ്രന്ഥി എന്നുകൂടി വിളിക്കുന്നു. The pancreas secretes the pancreatic juice which helps in digestion. ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻക്രിയാസ് ആഗ്നേയ രസം ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് ദഹനത്തിന് സഹായിക്കുന്നു. The enzymes present in the pancreatic juice converts starch into maltose, protein into peptide, fat into fatty acid and glycerol. ആഗ്നേയ രസത്തിൽ കാണപ്പെടുന്ന എൻസൈമുകൾ അന്നജത്തെ മാൾട്ടോസായും പ്രോട്ടീനിനെ പെപ്റ്റൈഡായും കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായും മാറ്റുന്നു. The glucose molecules formed as a result of the digestion of carbohydrate get absorbed into the blood. ധാന്യകത്തിൻ്റെ ദഹനഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് തന്മാത്രകൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു. These glucose molecules must reach the cells to produce energy. ഊർജോൽപാദനത്തിനായി ഈ ഗ്ലൂക്കോസ് തന്മാത്രകൾ
കോശങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. The gland called pancreas plays a major role in the digestive process. ദഹന പ്രക്രിയയിൽ പാൻക്രിയാസ് എന്ന ഗ്രന്ഥി മുഖ്യ പങ്കുവഹിക്കുന്നു. Now we can discuss the pancreas gland as an endocrine gland. ഇനി നമുക്ക് പാൻക്രിയാസ് ഗ്രന്ഥി ഒരു അന്തസ്രാവി ഗ്രന്ഥി എന്ന നിലയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. The cluster of cells or the cell cluster seen inside the pancreas gland is called islets of Langerhans. പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയിലെ കോശ സമൂഹത്തെ പറയുന്ന പേരാണ് islets of Langerhans. പാൻക്രിയാസ് ഗ്രന്ഥിയിൽ കാണപ്പെടുന്ന കോശ സമൂഹത്തെ പറയുന്ന പേരാണ് islets of Langerhans. There are two types of cells are seen inside the islets of Langerhans. They are alpha cells and beta cells. പാൻക്രിയാസ് ഗ്രന്ഥിയിലെ islets of Langerhans എന്ന കോശ സമൂഹത്തിലെ രണ്ടു തരം കോശങ്ങളാണ് ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും. The beta cells produce the hormone called insulin and the alpha cells produce the hormone glucagon. islets of Langerhans എന്ന കോശ സമൂഹത്തിലെ ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോണും ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നു. Name the cell which produces the insulin hormone. Answer: beta cells. Name the cells which produce the hormone glucagon. Answer: alpha cells. ഏത് കോശങ്ങളാണ് ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്? ഉത്തരം: ബീറ്റ കോശങ്ങൾ. ഏത് കോശങ്ങളാണ് ഗ്ലൂക്കഗോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്? ഉത്തരം: ആൽഫ കോശങ്ങൾ. നെയിം ദ സെൽസ് ആൻഡ് ദ ഹോർമോൺസ് produced by the pancreas gland. Alpha cells produces the hormone glucagon. Beta cells produces the hormone insulin. പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളും ഈ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുടെയും പേരുകൾ എഴുതുക. ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. What is called islets of Langerhans? The cell cluster seen inside the pancreas gland is called islets of Langerhans. എന്താണ് islets of Langerhans? പാൻക്രിയാസ് ഗ്രന്ഥിയിലെ കോശ സമൂഹത്തെ പറയുന്ന പേരാണ് islets of Langerhans. We can study
the action of these hormones in the next class. ഈ ഹോർമോണുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം.